നമസ്കാരം. വളരെ വിഷമത്തോടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. വയനാടുണ്ടായ ഒരു സംഭവം നമ്മളെ എല്ലാവരെയും വളരെ വിഷമത്തിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു വിഷമത്തോടൊപ്പം നമ്മൾ നാളെ ഇത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങേയറ്റം അതിനെ പ്രതിഷേധം അറിയിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാവണം, കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ സീലാൻഡ്, മിഡ്ലാൻഡ്, ഹൈലാൻഡ് ഈ ഒരു രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈലാൻഡ് പോലൊരു റീജിയനിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഒരു റീജിയനിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുതൽ കേരളം വരെ വരുന്ന വെസ്റ്റേൺ ഗാട്ട്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ, സെൻസിറ്റീവായുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ലോഡ് ബെയറിംഗ് ഉള്ള, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതലുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ അനുവദിക്കാൻ കഴിയത്തില്ല. കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളൊരു ക്ലസ്റ്റർ ഓഫ് പീപ്പിൾസിനെ അവിടെ നല്ല രീതിയിലുള്ള ഒരു സിവിലൈസേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ സെൻസിറ്റീവാണെന്ന് തോന്നുന്നു. മനുഷ്യ ജീവനുകൾക്ക് കുറച്ചും കൂടെ വില കൊടുക്കണമെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ തിരിച്ചറിയണം എവിടെ നമുക്ക് യോജിച്ച രീതിയിലുള്ള ആവാസ വ്യവസ്ഥകൾ തിരഞ്ഞെടുക്കാവുന്നുള്ളത്. ഒരിക്കലും നമുക്ക് ഹൊറിസോണ്ടൽ രീതിയിലുള്ള ഒരു സിവിലൈസേഷൻ ഇനിയിപ്പോൾ കേരളത്തിൽ നമുക്ക് കഴിയില്ല. കാര്യം അത്രത്തോളം ലാൻഡ് അവൈലബിലിറ്റി നമുക്ക് കുറവാണ്. അപ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ രീതിയിലുള്ള ബിൽഡിങ്ങിലേക്ക് അതിന് പറ്റുന്ന സോണുകൾ തിരിച്ചറിയുകയും അതിനെ തരംതിരിക്കുകയും ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള റീജിയൻസിൽ ഒരിക്കലും ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് ഇതിന് അനുമതി കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ശരിയാണ്, 3 സെൻറ്റ് 5 സെൻറ്റ് അല്ലെങ്കിൽ കൃഷിയോടനുബന്ധിച്ച് ജീവിക്കേണ്ടി വരുന്ന വ്യക്തികൾക്ക് എങ്ങനെ അവർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മൾ തന്നെ, ഗവൺമെൻറ് മാത്രമല്ലോ, നമ്മളൊക്കെ ചേർന്നാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ വോട്ടിലൂടെയാണ്. നമ്മൾ കുറച്ചും കൂടി ഇതിനെ തിരിച്ചറിയുകയും നമ്മൾ ഇത്തരം വാസനകളിൽ നിന്ന് നമ്മളുടെ സഹജീവികളെ പിന്തിരിപ്പിക്കുകയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിസോർട്ട് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണം, വികസനമൊക്കെ വേണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനകത്തൊക്കെ തന്നെ എക്കോളജിക്കൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പം അത്രത്തോളം ദുർബലമായ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർത്തും നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്. അപ്പം നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരാശിയെ, അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളെ, നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടെ ബോധവാനായിട്ടിരിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് വാസ്തയോജ്യമായ സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ജീവിക്കാനുള്ള ഒരു ലൈസൻസ് മാത്രമേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസോ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസോ കൊടുക്കാവുള്ളൂ. ഇതൊരു അഭ്യർത്ഥനയാണ്. അപ്പോൾ മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ട്രാജഡിയുണ്ട്. മരിച്ചുപോയവർ, അച്ഛനമ്മ ഇല്ലാതായവർ, അല്ലെങ്കിൽ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടവർ, ഇവരെയൊക്കെ നമുക്ക് വളരെ വിഷമത്തോട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവരുടെ പുനരധിവാസം തന്നെയാൽ ഇത്രയും സെൻസിറ്റീവ് സോണാണ്. ഈ സോൺ തന്നെ ഏകദേശം നമുക്കിനി റീകൺസ്ട്രക്ട് ചെയ്യാനെടുക്കുന്ന സമയം വളരെ പെട്ടെന്ന് തന്നെ വരുമെങ്കിലും ഈ ഒരു ആഘാതം ഇന്നും നമുക്ക് നിലനിൽക്കും. അപ്പം ഏതാനും ചില പൈസ തുട്ടുകൾക്ക് വേണ്ടി മാത്രം നമ്മളെല്ലാ കാര്യങ്ങളും കച്ചവട കണ്ണുകളിലൂടെ കാണാതിരിക്കേണ്ടതുണ്ട്. ഞാനൊരു മേഖലയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ സ്ലോ ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും ജീവിക്കണം. ആ ജീവിക്കാനായിട്ടുള്ള പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അഭിപ്രായമായിട്ട് മാത്രമേ ഇതിനെ കാണാവുള്ളൂ. താങ്ക് യു.